അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്ത് യാസീനിൻ്റെ പഠന സീരീസിൽ 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം ഈ ആയത്തുകളുടെ പാരായണത്തിലേക്ക് നമുക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. ഇവിടെ 37-ാമത്തെ വചനത്തിൽ വആയത്തുല്ലഹും, ഇവിടെ താഉ തഅനീസിന് മുകളിലുള്ള തൻവീനിനെ ശേഷം വരുന്ന ലാമുമായി ലയിപ്പിച്ച് ചേർത്ത് കൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന നിയമമാണ് ഇവിടെ വരുന്നത്. വആയത്തുല്ലഹും എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അതുപോലെ മിൻഹു എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി ഇവ്ഹാർ ചെയ്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. മിൻഹുന്നഹാറ ഷദ്ദുള്ള നൂനിനെ 2 ഹറക്കത്ത് ദൈർഘ്യത്തിൽ മണിക്കുകയും വേണം. അതുപോലെ ഫഇദാ ഹും മുസ്ലിമൂൻ 2 മീമിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ് ഇവിടെ വരുന്നത്. അതുപോലെ 38-ാമത്തെ വചനത്തിൽ തജ്രി എന്ന് പറയുമ്പോൾ ജീം എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. ഇവിടെ അതിന് കൽക്കലയുടെ സിഫത്ത് കൊടുക്കേണ്ടതാണ്. വ്യക്തമായി മുഴക്കത്തോടു കൂടി പാരായണം ചെയ്യേണ്ടതാണ്. ലിമുസ്തഖറില്ലഹ, ഇവിടെ റായിന് താഴെയുള്ള തൻവീനിനെ ലാമുമായി ലയിപ്പിച്ച് ചേർത്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ലിമുസ്തഖറില്ലഹ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അതുപോലെ തഖദീർ എന്ന വചനത്തിൽ വാക്കിൽ ഖാഫിന് സുക്കൂനാണ്. അതിന് കൽക്കലയുടെ സിഫത്ത് കൊടുത്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. 40-ാമത്തെ വചനത്തിൽ യംബഗി എന്നൊരു വാക്ക് നമുക്ക് കാണാം. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ബ ആണ് വരുന്നത്. അതുകൊണ്ട് ആ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇഖ്ലാബ് എന്ന നിയമമാണ്. യംബഗി എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അതുപോലെ ലഹ എന്നതിന് ശേഷം അൻ എന്ന വാക്കാണ്. മദ് മുൻഫസിൽ നമുക്കിവിടെ കാണാം. 4-5 ഹർക്കത്ത് ദൈർഘ്യം ദീർഘിപ്പിക്കേണ്ടതാണ്. 2-4 ഹർക്കത്ത് ദൈർഘ്യം നമ്മുടെ പാരായണ രീതിക്ക് അനുസരിച്ച് ആകാവുന്നതുമാണ്. അതുപോലെ തുദരിക്ക നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. തുദരിക്ക ഇഖ്ഫ എന്ന നിയമമാണ്. തുദരിക്ക എന്ന് പറയുമ്പോൾ ദാലിന് കൽക്കലയുടെ സിഫത്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. ദ് എന്ന ശബ്ദം അവിടെ വ്യക്തമായി കേൾക്കണം. അതുപോലെ സാബിഖുൻ നഹാർ, ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഷദ്ദുള്ള നൂനിന് 2 ഹർക്കത്ത് ദൈർഘ്യം കൊടുത്തുകൊണ്ട് ഉന്നത്ത് ചെയ്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. സാബിഖുൻ നഹാർ 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ ഉന്നത്ത് ചെയ്തുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. അതുപോലെ വകുല്ലു ഫി, ഇവിടെ തൻവീനിനെ മറച്ചു പിടിച്ച് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. ഇഖ്ഫാ ചെയ്തുകൊണ്ട്, കാരണം ശേഷം വരുന്നത് ഫ എന്ന അക്ഷരം ആയതുകൊണ്ടാണ്. അതുപോലെ ഫലക്കി യസ്ബഹൂൻ, കാഫിന് താഴെയുള്ള തൻവീനിനെ യാവുമായി ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിഗുന്ന എന്ന നിയമമാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് കടക്കാം. 37-ാമത്തെ വചനത്തിൽ
ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കുമ്പോൾ. വ ആയത്തുൻ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അല്ലൈലു, രാത്രി. നസ്ലഹു, നാം ഉരിച്ചെടുക്കുന്നു. മിൻഹു, അതിൽ നിന്നും. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോഴവർ. മുസ്ലിമൂൻ, ഇരുളടഞ്ഞവരാകുന്നു. ആയത്തിൻ്റെ അർത്ഥം, അവർക്കൊരു ദൃഷ്ടാന്തമാണ് രാത്രിയും, നാം അതിൽ നിന്ന് പകലിനെ ഉരിച്ചെടുക്കുന്നു, അപ്പോൾ അവരതാ ഇരുട്ടിൽപ്പെട്ടവരാകുന്നു. 38 വചനം. വശംസു, സൂര്യനും. തജ്രി, നടക്കുന്നു, സഞ്ചരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിൻ്റെ ഒരു താവളത്തിലേക്ക്. ദാലിക, അത്. തഖ്ദീർ, കണക്കാക്കലാണ്, വ്യവസ്ഥയാണ്. അൽ അസീസ്, പ്രതാപശാലിയുടെ. അൽ അലീം, സർവജ്ഞനായ. ആയത്തിൻ്റെ അർത്ഥം, സൂര്യൻ അതിൻ്റേതായ ഒരു താവളത്തിലേക്ക് അഥവാ നിശ്ചിത അതിർത്തിയിലേക്ക് ചലിച്ചുകൊണ്ടുമിരിക്കുന്നു. അത് സർവജ്ഞനായ പ്രതാപശാലിയായുള്ളവൻ വ്യവസ്ഥ ചെയ്ത് കണക്കാക്കിയതാണ്. 39 വചനം. വൽ ഖമറ, ചന്ദ്രനെയും, ചന്ദ്രനും. ഖദ്ദർനാഹു, അതിനെ നാം കണക്കാക്കിയിരിക്കുന്നു. മനാസില, ചില ഭവനങ്ങൾ, പതനസ്ഥാനങ്ങൾ. ഹത്ത ആദ, അങ്ങനെ അത് മടങ്ങി വരും വരെ, പരിണമിക്കും വരെ, ആയിത്തീരുവോളം. കൽ ഉർജൂനി, ഈന്തപ്പനയുടെ കുലത്തണ്ട് പോലെ. അൽ ഖദീം, പഴകിയ. ആയത്തിൻ്റെ അർത്ഥം, ചന്ദ്രനും തന്നെ നാം ചില ഭവനങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. അങ്ങനെ അത് ഈത്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് പോലെ ആയിത്തീരുന്നു. 40 വചനം. ലശംസു, സൂര്യനില്ല. യംബഗിലഹ, അതിന് യോജിക്കുക, പറ്റുകയില്ല. അൻ തുദ്രിക, അത് പ്രാപിക്കൽ, കണ്ടുമുട്ടൽ. അൽ ഖമറ, ചന്ദ്രനെ. വലല്ലൈലു, രാത്രിയുമല്ല. സാബിഖുൻ നഹാർ, പകലിനെ മുൻകടക്കുന്നത്. നഹാർ എന്നാണ് പകൽ. വകുല്ലുൻ, എല്ലാം, എല്ലാവരും. ഫീ ഫലക്കിൻ, ഓരോ സഞ്ചാരമണ്ഡലത്തിലാണ്, സഞ്ചാരപഥത്തിലാണ്. യസ്ബഹൂൻ, നീന്തുന്നു. 40 വചനത്തിൻ്റെ അർത്ഥം, സൂര്യനാകട്ടെ അതിന് ചന്ദ്രനെ പ്രാപിക്കുവാൻ പറ്റുകയില്ല, രാത്രി പകലിനെ മുൻകടക്കുന്നതുമല്ല. എല്ലാവരും അഥവാ ഓരോ ഗ്രഹവും ഓരോ സഞ്ചാരമണ്ഡലത്തിൽ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ വചനങ്ങളിൽ അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇതിനു മുൻകഴിഞ്ഞ വചനങ്ങളിലും ഭൂവിഭവങ്ങളിൽ അടങ്ങിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. ശേഷം ആകാശത്ത് നമുക്ക് കാണാവുന്ന ചില ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഒന്നാമത്തെ അഥവാ 37 വചനത്തിൽ പറഞ്ഞത് രാത്രിയെയും പകലിനെയും കുറിച്ചാണ്. ഭൂഗോളത്തിൻ്റെ അർദ്ധഭാഗങ്ങളിലായി രാപ്പകലുകൾ ഒന്നൊന്നിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊരു സ്ഥലത്ത് നിന്ന് പകൽ വെളിച്ചത്തെ അള്ളാഹു നീക്കിയെടുക്കുന്നുവോ അവിടെ ഇരുട്ടുമൂടി രാത്രിയായിത്തീരുന്നു. ഇതിനെ ആട് മുതലായ ജന്തുക്കളുടെ തോല് ഉരിച്ച് വേർപ്പെടുത്തുന്നതിനോടാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത്. നസ്ലഹു മിൻഹുൻ നഹാർ, അതിൽ നിന്ന് നാം പകലിനെ ഉരിച്ചെടുക്കുന്നു, വേർപ്പെടുത്തിയെടുക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ 38 വചനത്തിൽ സൂര്യൻ എന്ന ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വശംസു തജ്രി ലിമുസ്തഖറില്ലഹ, സൂര്യൻ അതിൻ്റേതായ ഒരു താവളത്തിലേക്ക് ചലിച്ചുകൊണ്ടുമിരിക്കുന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ ചില നിശ്ചിത മാർഗങ്ങളിൽ കൂടി ഒരു നിശ്ചിത അതിർത്തി വരെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദിവസക്കണക്കിലും മാസക്കണക്കിലും കൊല്ലക്കണക്കിലും
അതിൻ്റെ സഞ്ചാരത്തിന് കൃത്യമായ ലക്ഷ്യവും മാർഗവുമുണ്ട്. അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുള്ള ആ കണക്കും ചിട്ടയും തെറ്റാതെ അത് സഞ്ചരിച്ചു വരുന്നു. നമ്മുടെ കാഴ്ചയുടെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പറഞ്ഞത്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഇപ്പറഞ്ഞത് ശരി തന്നെയാണ്. ഭൂമിയെ അപേക്ഷിക്കുമ്പോൾ സൂര്യൻ ഒരേ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിലും സൗരയൂഥം ഒന്നാകെ മറ്റൊരു കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച് മറ്റനേകം നക്ഷത്രവ്യൂഹങ്ങളെപ്പോലെ കറങ്ങുന്നുവെന്നാണ് ഗോളശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വചനത്തിൽ ചന്ദ്രനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ചന്ദ്രനുമുണ്ട് അതിൻ്റേതായ സഞ്ചാരമാർഗവും യാത്രാപരിപാടിയും എല്ലാം. ഓരോ ദിവസവും ചന്ദ്രമുഖം വികസിച്ചോ സങ്കോചിച്ചോ കൊണ്ടിരിക്കുന്നു. ചന്ദ്രമാസാരംഭത്തിൽ ഒന്നാമത്തെ ദിവസം കേവലം ഒരു നേരിയ അർദ്ധവളയം പോലെ അത് വാനത്ത് പ്രത്യക്ഷപ്പെടും. ക്രമേണ അത് വികസിച്ച് ഒരു പൂർണ്ണവൃത്തമായിത്തീരുന്നു. വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങി അവസാനം ഈത്തപ്പനയുടെ ഉണങ്ങിപ്പഴകിയ കുലത്തണ്ട് പോലെ കൽ ഉർജൂൻ അൽ ഖദീം എന്ന് അള്ളാഹു ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈത്തപ്പനയുടെ ഉണങ്ങിപ്പഴകിയ കുലത്തണ്ട് പോലെ ഒരു നേർത്ത വളയമായി തീരുന്നു ചന്ദ്രൻ്റെ രൂപം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 40-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, എന്തെങ്കിലും ക്രമക്കേടുകളോ പാകപ്പിഴവുകളോ ബാധിച്ച് സൂര്യചന്ദ്രന്മാർ തമ്മിൽ കൂട്ടിമുട്ടുകയോ രാത്രി പകലിനെ കവച്ചു വെക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഓരോന്നും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം കൃത്യമായി തന്നെ ഒരു ദോഷവും ബാധിക്കാതെ തന്നെ അതതിൻ്റെ പരിധിയിൽ നീന്തി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വകുല്ലുൻ ഫി ഫലക്കി യസ്ബഹൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അള്ളാഹു മുൻകഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ ഷംസ്, ഖമർ, ലൈല് എന്നീ 3 ദൃഷ്ടാന്തങ്ങളെയും ചേർത്തുകൊണ്ടാണ് 40-ാമത്തെ വചനത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂര്യൻ ചന്ദ്രനെ പ്രാപിക്കുന്നില്ല, രാത്രി പകലിനെ മുൻകടക്കുന്നുമില്ല. ഓരോ ഗ്രഹവും അതിൻ്റേതായ സഞ്ചാരമണ്ഡലത്തിൽ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ സൃഷ്ടി എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഇവയെ ഓരോന്നിനെക്കുറിച്ചും പഠിച്ച് ആലോചിച്ച് മനസ്സിലാക്കി നാഥനിലേക്ക്, രക്ഷിതാവിലേക്ക്, സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അവൻ്റെ ശക്തി മാഹാത്മ്യത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കുന്ന, അവനെ പ്രകീർത്തിക്കുന്ന, അവനെ സ്തുതിക്കുന്ന അവൻ്റെ നല്ലവരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.